പണ്ടൊരു രാജാവ് തൻ്റെ രാജ്യത്തെ ഒരു വഴിയിൽ വലിയ ഒരു പാറക്കല്ല് കൊണ്ടുവന്ന് വെച്ച് ഒരു പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്നു. വഴിയിലൂടെ വരുന്ന ആരെങ്കിലും ഈ കല്ലെടുത്തു മാറ്റുന്നുണ്ടോ എന്ന് പരീക്ഷിക്കലായിരുന്നു ലക്ഷ്യം. രാജാവിന്റെ സുഹൃത്തുക്കളായ വ്യാപാരികളും ധനാഢ്യന്മാരും ഒക്കെ അതുവഴി ഓരോരുത്തരായി കടന്നുപോയി. അവരാരും പാറക്കല്ല് മാറ്റിയില്ല എന്ന് മാത്രമല്ല, സൈഡിലൂടെ അങ്ങനെ കടന്നുപോയി. അവരിൽ പലരും രാജാവിനെ ഉറക്കെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു, ഈ റോഡുകൾ നന്നാക്കാത്തതുകൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അതിലൂടെ ഒരു കർഷകൻ തൻ്റെ തലച്ചുമടുമായി അതുവഴി വന്നു. അദ്ദേഹം പാറക്കല്ല് ശ്രദ്ധിച്ചപ്പോൾ തൻ്റെ തലയിലെ ചുമട് ഒരു വശത്ത് ഇറക്കി വെച്ച് ഈ പാറക്കല്ല് പണിപ്പെട്ട് വലിയ പാറക്കല്ലായിരുന്നിട്ട് പോലും അദ്ദേഹം വഴിയുടെ ഒരു ഓരത്തേക്ക് മാറ്റിവെച്ചു. എന്നിട്ട് അദ്ദേഹം തൻ്റെ ചുമടെടുക്കാൻ തിരിച്ചു വരുന്ന സമയത്ത് പാറക്കല്ല് കിടന്നിരുന്ന സ്ഥലത്ത് ഒരു വലിയ സഞ്ചി. അദ്ദേഹം അതെടുത്തു പരിശോധിച്ചപ്പോൾ കുറെ സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങളും, കൂടെ ഒരു കത്ത് രാജാവിൻ്റെതായിരുന്നു. അതിലെഴുതിയത് ഇങ്ങനെയാണ്: ഈ വഴിയിലെ പാറക്കല്ല് എടുത്തു മാറ്റുന്നവർക്ക് അവകാശപ്പെട്ടതാണ് ഈ കണ്ട സ്വർണവും ആഭരണങ്ങളുമെല്ലാം. ജീവിതത്തിൽ നമുക്ക് മുന്നിലെത്തുന്ന ഓരോ പ്രയാസങ്ങളും തടസ്സങ്ങളുമെല്ലാം നമ്മൾക്ക് കൂടുതൽ ശക്തി നേടാനുള്ള അവസരങ്ങളായി കാണണം. മടിയന്മാർ പരാതി പറഞ്ഞിരിക്കുമ്പോൾ മറ്റുള്ളവർ തങ്ങളുടെ ദയയും കാരുണ്യവും കൊണ്ട്, പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും കൊണ്ട് എന്തും ചെയ്യാനുള്ള സന്നദ്ധത വഴി അവസരങ്ങൾ സൃഷ്ടിക്കുന്നു.